Hello students and viewers. Essential elements of valid contractൽ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുക. മോഡ്യൂൾ 2 യൂണിറ്റ് 2 പാർട്ട് 1. അതിൽ സ്പെസിഫിക് ആയിട്ട് ഓഫറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 4 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ട്. ഓഫററും ഓഫറേയും, ഓഫറിലെ 2 പാർട്ടികളാണ്, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് ഓഫർ, ഇത് നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് എസ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതൊരു 10-12 പോയിന്റുകൾ അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഉള്ള 2 ടീമുകളാണ് ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി പോകും. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ട് ഓഫർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മൾ ആദ്യം നോക്കുക. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ എ അനുസരിച്ചിട്ടാണ് ഓഫറിനെ ഡിഫൈൻ ചെയ്തിരിക്കുക. ഓഫറിന്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. When one person signifies to another his willingness to do or abstain from doing anything with a view to obtain the assent of that other to such act or abstinence, he is said to make a proposal. അപ്പം പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മളൊന്ന് നോക്കുക, മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. When one person signifies to another his willingness to do or abstain from doing anything, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്യാനോ അതിൽ നിന്നും വിട്ടു നിൽക്കാനോ ഉള്ള അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. വില്ലിങ്നെസ്, അയാളുടെ മനസ്സ്, അയാളുടെ സമ്മതം അറിയിക്കുകയാണ്. ഒരു ആക്ട് ചെയ്യാനോ വിട്ടു നിൽക്കാനോ, പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. അപ്പോൾ അത് എന്തിനാണ് ഈ ഒരു വില്ലിങ്നെസ് അറിയിക്കുക? അത് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നു. വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ, അതായത് ഈ ഒരു പ്രവർത്തിക്കോ വിട്ടുനിൽക്കലിനോ കൗണ്ടർ പാർട്ടിയുടെ, ആർക്കാണോ ഓഫർ കൊടുക്കുന്നത് അയാളുടെ സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി ആണ് ഈ പറയുന്ന വില്ലിങ്നെസ് അറിയിക്കുക. അപ്പം when one person signifies to another his willingness to do or abstain from doing anything, എന്തിനു വേണ്ടിയിട്ടാണ്? with a view to obtain the assent of that other to such act or abstinence. ഇങ്ങനെ ഈ കൊടുക്കുന്ന വില്ലിങ്നെസ്സിനെയാണ്, ഈ എക്സ്പ്രസ് ചെയ്യുന്ന വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ പ്രൊപ്പോസൽ അഥവാ ഓഫർ എന്ന് പറയുക. ഡെഫിനേഷനകത്ത് പ്രൊപ്പോസൽ എന്ന വാക്കാണ്, ഓഫർ തന്നെയാണത്, മനസ്സിലാക്കി വെച്ചേക്കുക പ്രത്യേകമായിട്ട്. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ എ. നമ്മുടെ ഈ സെക്ഷൻ 2 വരുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 2 വരുന്നത് മുഴുവൻ ഡെഫിനേഷനുകളാണ്. അതിൽ സബ്സെക്ഷൻ എയിലാണ് നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ വരിക. ഇനിയും ഇതിനകത്ത് 2 പാർട്ടികളാണ് അല്ലേ, ഓഫർ കൊടുക്കുന്ന ആളും ഓഫർ സ്വീകരിക്കുന്ന ആൾ. ഓഫർ കൊടുക്കുന്ന ആൾ, ഓഫർ കൊടുക്കുന്ന ആൾ, ഓഫർ ഒരാൾക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നു. അപ്പം ഓഫർ കൊടുക്കുന്ന പാർട്ടിയെ നമ്മൾ ഓഫറർ എന്നാണ് പറയുക. ഓഫറർ അല്ലെങ്കിൽ പ്രൊപ്പോസർ അല്ലെങ്കിൽ പ്രോമിസർ. ഇനി ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്, ആർക്കാണോ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ ഓഫറി അല്ലെങ്കിൽ പ്രൊപ്പോസി അല്ലെങ്കിൽ പ്രോമിസി എന്ന് പറയുന്നു. അപ്പം the person making the offer is called offerer and the person to whom the offer is made is called offeree. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അക്സെപ്റ്റർ എന്ന വാക്കുകൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഓഫർ കൊടുക്കുമ്പോൾ, ഓഫർ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ഓഫറിയുടെ പൊസിഷൻ അക്സെപ്റ്റർ എന്ന പൊസിഷനിലേക്ക് മാറുകയാണ്. The person to whom the offer is made, when he accepts that particular offer, his position changes to acceptor. ഓഫറിൽ നിന്ന് അക്സെപ്റ്ററിലേക്ക് മാറുന്നു. അപ്പോൾ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇയാൾ ആരാകുന്നുള്ളൂ, അക്സെപ്റ്റർ ആകുന്നുള്ളൂ. അതുവരെ ഇയാൾ ഓഫറിയാണ്. ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. ഇനി നമുക്ക് ഈ ഒരു സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് ഓഫർ ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ആൻ ഓഫർ മേ ബി എക്സ്പ്രസ് ഓഫർ ഓർ ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്ട് പഠിച്ചില്ലേ, അവിടെ പറയുന്നത് പോലെ തന്നെ ഇഫ് ദ ഓഫർ ഈസ് എക്സ്പ്രസ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. നമ്മൾ ഒരു ഓഫർ കൊടുക്കുന്നത് വാക്കാലാണ്. അത് 2 രീതിയിലുമാകാം. ബൈ വേർഡ്സ്, അത് വാക്കാലാവാം, അല്ലെങ്കിൽ എഴുതിയാകാം, പറഞ്ഞാകാം, സ്പോക്കൺ ആകാം, റിട്ടൺ ആകാം. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ കാർ ബിക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്, വിൽക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുക 2 ലക്ഷം രൂപയ്ക്ക്. ഇത് ഒന്നിൽ എഴുതി അറിയിക്കുന്നു അല്ലെങ്കിൽ നേരിട്ട് പറയുന്നു. ഈ 2 കേസിലാണെങ്കിലും അത് എക്സ്പ്രസ് ഓഫറാണ്. ഇനി രണ്ടാമത്തേത് ഇംപ്ലൈഡ് ഓഫറാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ബിഹേവിയറിൽ നിന്ന് അവിടെ ഒരു ഓഫർ വെച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുന്നത്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ക്യൂ ഉണ്ടാവും. ആ ക്യൂവിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റെയിൽവേ ജേർണിക്ക് വേണ്ടി റെയിൽവേ അതോറിറ്റി തരുന്ന ടിക്കറ്റ് ഈ അവരുടെ നിരക്കിനനുസരിച്ച് വാങ്ങി യാത്ര ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊരു ഓഫർ നമ്മൾ കൊടുക്കുകയാണ്.
അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ റെയിൽവേ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് ഒരു എഗ്രിമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്നത് ജസ്റ്റ് അതെന്താണ്, അതൊരു ഇംപ്ലോയിഡ് ഓഫറാണ്. ഞാൻ യാത്ര ചെയ്യാനായിട്ട് നിങ്ങളുടെ കണ്ടീഷൻസിനനുസരിച്ചിട്ട് യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരു ഓഫർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ഇംപ്ലോയിഡ് ഓഫർ എന്ന് പറയുക. അപ്പോൾ ഓഫർ എക്സ്പ്രസ്സും ആവാം, ഇംപ്ലോയിഡും ആവാം. ഇനി രണ്ടാമത് വരുന്നത് ഓഫർ സ്പെസിഫിക് ആകാം, ജനറൽ ആകാം. രണ്ട് രീതിയിൽ വരാം. സ്പെസിഫിക് എന്ന് പറയുന്നത് നമ്മളൊരു പാർട്ടിക്കുലർ ഒരു ഡെഫിനറ്റ് പേഴ്സണെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ എ ഓഫേഴ്സ് ടു സെൽ ഇസ് കാർ ടു ബി ഫോർ ₹50,000. 50,000 രൂപയ്ക്ക് എ അദ്ദേഹത്തിൻ്റെ കാറ് ബിക്ക് കൊടുക്കാമെന്ന് പറയാം. സ്പെസിഫിക് ആണ്, ബിക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുക. വേറെ ആർക്കും ആ ഓഫർ സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം ജനറൽ ഓഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡ്രസ് ടു ദ വേൾഡ് അറ്റ് ലാർജ് ഓർ ടു ദ ഹോൾ വേൾഡ്. ഇപ്പം ഉദാഹരണത്തിന് ഒരാളുടെ ഒരു നായ്ക്കുട്ടിയെ കളഞ്ഞു പോവുകയാണ്. അപ്പോൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നു, എൻ്റെ നായ്ക്കുട്ടികൾ ഇന്ന ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് പറയുകയാണ് ഇതിനെ കണ്ട് തിരിച്ച് തരുന്ന ആൾക്ക് 5,000 രൂപ റിവാർഡ് തരുന്നതായിരിക്കും. ഇതാർക്കാ പത്രത്തിൽ ഈ പരസ്യം കാണുന്ന ആർക്കും ഈ ഓഫർ സ്വീകരിക്കാം. അത് ആരെയും പർട്ടിക്കുലറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് അഡ്രസ് ടു ദ വേൾഡ് അറ്റ് ലാർജ്. അങ്ങനെ ഓഫർ നമുക്ക് കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഓഫർ ആകാം, അതല്ലെങ്കിൽ ജനറൽ ഓഫർ ആകാം. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഓഫറിൻ്റെ ടേംസ് ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, ഡെഫിനറ്റ് ആയിരിക്കണം. അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല, അവ്യക്തത ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു ഓഫറിൻ്റെ ടേംസിനെ സംബന്ധിച്ച് രണ്ട് പാർട്ടികൾക്കും ക്ലാരിറ്റി കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, കോൺസെൻസസ് ഡൈഡം ഉണ്ടാവില്ല. നമ്മൾ പറയുന്നുണ്ട് യൂണിറ്റി ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ലാതൊരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. അപ്പം കോൺട്രാക്റ്റിൻ്റെ ടേംസ് ഡെഫിനറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഓഫർ. നമ്മൾ ഒരു ഓഫർ നമ്മൾ വെക്കുമ്പോൾ ആ ഓഫറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു വെറുതെ ഒരു ഓഫർ, ചുമ്മാതൊരു രസത്തിന് വേണ്ടി ഒരു ഓഫർ വെക്കുന്നത് ഒരിക്കലും അതിനെ ലീഗലി ഓഫർ എന്ന് പറയാൻ പറ്റില്ല. ദർ മസ്റ്റ് ബി എ ക്ലിയർ ഇൻറ്റൻഷൻ, ഡെഫിനറ്റ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഇനി അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഒരു ഓഫർ കൊടുക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓഫറി അറിഞ്ഞിരിക്കണം, ഓഫറിയിലേക്ക് ആശയവിനിമയം നടന്നിരിക്കണം. ഓഫറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി, അത് വാക്കാലോ പ്രവർത്തിയാലോ ഏത് രീതിയിലും ആകാം, പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത ഒരു ഓഫറിനെ നമുക്ക് ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല ലീഗൽ സെൻസിൽ. ഇനിയും എന്തിനായിരിക്കണം നമ്മളൊരു ഓഫർ കൊടുക്കുന്നത്? അതും ഡെഫിനേഷനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദി അതർ പാർട്ടി. മറുപാർട്ടിയുടെ സമ്മതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓഫർ കൊടുക്കുന്നത്. ഇതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡെഫിനേഷനകത്ത് തന്നെ പറയുന്നൊരു പോയിന്റാണ്. ഇനി ഏഴാമത്തെ പോയിന്റ് പറയുന്നത് ഓഫർ മേ ബി കണ്ടീഷണൽ. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ഓഫർ. ഇപ്പം ഇതും നമുക്ക് ഒത്തിരി പരിചയമുള്ളതാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മാതാപിതാക്കളുടെ പേരൻസ് നമുക്ക് ഓഫർ തരും. എടാ നീ നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ 90% മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ ആ ബൈക്ക് വാങ്ങിച്ചു തരിക എന്ന് പറയുന്ന ഓഫർ കണ്ടീഷനല്ല, വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഇത്ര ശതമാനം മാർക്ക്, ഇത്ര % മാർക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ അത് യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെ നമുക്ക് ഓഫർ വെക്കാം. ഓഫർ മേ ബി കണ്ടീഷണൽ ഓഫർ എന്ന് പറയുന്നതിന്. ഇനി എട്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നത് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് വുഡ് അമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. ഈ ഓഫർ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എഴുതി അറിയിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഇത് നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിനെ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കും. നമ്മളൊന്നും പറയുന്നില്ല, നമ്മൾ മൗനമായിട്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾ ഇത് സമ്മതിക്കുന്നില്ലെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കും എന്ന് ഒരു ടേം ഓഫറിലുണ്ടെങ്കിൽ ആ ഓഫർ അല്ല, ഓഫർ നിലനിൽക്കില്ല. അങ്ങനെ പറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ആക്സെപ്റ്റൻസ് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ടേം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, കോൺട്രാക്റ്റിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ടേംസ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്നുണ്ടെങ്കിൽ, സാധാരണ ഈ ഇപ്പം നമ്മളൊരു ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത്, ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾക്കൊക്കെ വാറണ്ടി ഉണ്ടാകും, ഇന്നതിന് വാറണ്ടി ഉണ്ടാവില്ല. ഇതൊക്കെ അതിൻ്റെ സ്പെഷ്യൽ ടേംസാണ്.
ആ സ്പെഷ്യൽ ടേംസ് എന്തെങ്കിലും ഓഫറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അത് ഓഫറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ ടേംസ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫർ ഷുഡ് ഓൾസോ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫർ. ഇത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ. നമ്മുടെ ഔട്ട്കം ലേണിംഗ് ഔട്ട്കത്തിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ? നമുക്ക് ഈ ഒരു പ്രോസ്പെക്ടസ്, കമ്പനി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് പ്രോസ്പെക്ടസ്. അതായത് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി അതിൻ്റെ പ്രോസ്പെക്ടസ് പത്രങ്ങളിൽ പരസ്യം ചെയ്യും. അതിനകത്ത് പറയും ഇത്ര ലക്ഷം രൂപയുടെ ഷെയർ ഞങ്ങൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പോവാണ്, ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യം കൊടുക്കുമ്പം ഞാൻ ഈ പരസ്യം കണ്ടിട്ട് ഞാൻ 100 രൂപയുടെ 100 ഷെയറിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ മൂന്ന് ആക്റ്റുകൾ നടക്കുന്നുണ്ട്, ഓർത്തിരിക്കുക. ഒന്നാമത് എന്താണ്? കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു, കമ്പനി ഒരു പരസ്യം കൊടുക്കുന്നു. ആ പരസ്യം കൊടുക്കുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്, അത് ഓഫറല്ല. ആ പരസ്യം കണ്ടിട്ട് ഞാനാണ് ഓഫർ കൊടുക്കുന്നത് കമ്പനിക്ക് 100 രൂപയുടെ 100 ഷെയർ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാനാണ് അവിടെ ഓഫർ കൊടുക്കുക. ഇനി അത് കമ്പനി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി ആരാണ്? കമ്പനി ആക്സെപ്റ്ററാണ്. അപ്പം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഞാനും കമ്പനിയും തമ്മിലാണ്. അപ്പോൾ കമ്പനി ആദ്യം അഡ്വർടൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ചെയ്യാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ എനിക്ക് തരികയാണ്. ഓഫറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്, അതൊരിക്കലും ഓഫർ അല്ല എന്നുള്ളതാണ്. ഇപ്പം അതുപോലെ തന്നെ ഈ കാറ്റലോഗുകളൊക്കെ അയക്കുമ്പോൾ അതും ഇത് തന്നെയാണ്, ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. ഇനി ടെൻഡർ ആസ് എ ഡെഫിനിറ്റ് ഓഫർ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ്. ടെൻഡർ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഒരു റോഡ് പണിക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു 10 കിലോമീറ്റർ നീളത്തിൽ റോഡ് ടാർ ചെയ്യാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന പത്രപരസ്യം കൊടുക്കും. അപ്പോൾ പത്രപരസ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് പറയും നിങ്ങൾ താല്പര്യമുള്ളവർ ടെൻഡർ തരാനായിട്ട് പറയും. ടെൻഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ 10 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഇത് ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ ഒരു ടെൻഡർ കൊടുക്കുക. അപ്പോൾ എന്തിനാണ് ടെൻഡർ കൊടുത്തത്? ഗവൺമെൻറ് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു, ഓഫർ ഇൻവൈറ്റ് ചെയ്തു. ആ ഇൻവൈറ്റ് ചെയ്തത് പത്രപരസ്യത്തിൽ കൂടിയാണ്. ആ പത്രപരസ്യത്തിന് മറുപടിയായിട്ട് ഈ കോൺട്രാക്ടർ ഗവൺമെൻറ്റിന് ഒരു ഓഫർ കൊടുക്കുകയാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഈ റോഡ് ടാർ ചെയ്ത് തരാനായിട്ട് ഞാൻ തയ്യാറാണ്. ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ടെൻഡർ അതൊരു കോൺട്രാക്റ്റ് മാറുകയാണ്. അപ്പോൾ ഇവിടെ ടെൻഡർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഓഫറാണ്. ഗവൺമെൻറ് പരസ്യം കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ടു ഓഫർ, അതിനനുസരിച്ച് കോൺട്രാക്ടർ ടെൻഡർ കൊടുക്കുമ്പോൾ ആ ടെൻഡർ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അക്സെപ്റ്റൻസ്. ഇനി ഓഫർ എന്ന് പറയുന്നത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ഇത് നമ്മൾ ആദ്യം ഡെഫിനിഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടു ആൻ ആക്ട് ഓർ ആബ്സ്റ്റനൻസ്, അതായത് ഒരു കാര്യം ചെയ്യുന്നതിനോ ചെയ്യുന്നതിനോ വിട്ടു നിൽക്കുന്നതിനോ. അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓഫർ ആകാം, നെഗറ്റീവ് ഓഫർ ആകാം, അതിനകത്ത് പ്രശ്നമില്ല. ലാസ്റ്റ് 2 പോയിന്റുകളിലേക്ക് നമ്മൾ വരികയാണ്. ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫർ, ഇതും ഒരു ബുക്ക് സ്റ്റോളിൽ നമ്മൾ ഒരു കാറ്റലോഗ് നമുക്ക് അയച്ചു തരുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മളിൽ നിന്നൊരു ഓഫർ കിട്ടണം, ഒരു ഓഫർ റിസീവ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ അവർ കാറ്റലോഗ് അയച്ചു തരികയാണ്. സത്യത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇൻവിറ്റേഷൻ ടു ഓഫർ പോലെ തന്നെയാണ് ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫർ. ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു കാറ്റലോഗ് അയച്ചു തരുന്നത് ഒക്കെ ഈ പറയുന്ന ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫറിന് എക്സാമ്പിളാണ്. ഇനിയും അതിനകത്ത് ലാസ്റ്റ് പോയിന്റ്, നമുക്ക് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് ഓഫറിലെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. എ മിയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ ഈസ് നോട്ട് ആൻ ഓഫർ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നത് ഒരു ഓഫർ അല്ല. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ പറയാം, അത് കൃത്യമായിട്ട് നമ്മളതിനെ ഈ ഒരു എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ, എൻ്റെ കാറ് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നത് ഓഫറല്ല. എൻ്റെ കാറ് വിൽക്കണമെന്നൊക്കെ കരുതിയിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് ഓഫറല്ല. അതേസമയം എൻ്റെ കാറ് ഇത്ര ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് ഓഫറായിട്ട് മാറുക. ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്തിട്ട് ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, ഇത്ര ലക്ഷം രൂപയ്ക്ക് എൻ്റെ കാറ് നിനക്ക് തരാനായിട്ട് എനിക്ക് സമ്മതമാണ് എന്ന് പറയുമ്പോൾ അത് ഓഫറാണ്. അപ്പോൾ ജസ്റ്റ് കാറ് വിൽക്കാൻ ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നത് ഓഫറല്ല. ബട്ട്
അത് ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക് പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അത് ഓഫറായിട്ട് മാറുകയാണ്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് ഈ ആദ്യത്തെ പാർട്ടിൽ വരുന്നൊരു പ്രധാനപ്പെട്ട എസ്സേയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് ഓഫർ. നമുക്ക് ഈ ഒരു സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓഫർ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓഫറിൻ്റെ ഡെഫിനിഷൻ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അനുസരിച്ചിട്ട് ഓഫറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഓഫററും ഓഫറേയും തമ്മിലുള്ള വ്യത്യാസം, ഓഫററും ഓഫറേയും അക്സെപ്റ്ററും എന്താണ് പൊസിഷനിൽ വരുന്ന വ്യത്യാസം, അത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് ഓഫർ നമ്മൾ പറഞ്ഞു. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. താങ്ക് യു.